മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം പെരുമ്പാവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ മർദ്ദിച്ച യുവാവ് അറസ്റ്റിൽ. വളയഞ്ചിറങ്ങര സ്വദേശി ജിസാറിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. മദ്യത്തിനടിമയായ ജിസാറിനെ സുഹൃത്തുക്കൾ പെരുമ്പാവൂരിലെ സാൻജോ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു അതിക്രമം. ആരെങ്കിലും ബലാത്സംഗം ചെയ്ത ഒന്ന് പറ. പണ്ടാണ് ഇല്ലെങ്കിൽ കുറ്റം ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്ത ഒന്ന് പറ. പണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം പറ. ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്ത ഒന്ന് പറ. പണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം പറ. ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്ത ഒന്ന് പറ. പണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം പറ. ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്ത ഒന്ന് പറ. പണ്ടാണ്. ഇതെപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? പ്രത്യേകിച്ചും ഈ മദ്യത്തിനടിമയായ യുവാവാണ് ആശുപത്രിയിൽ ഈ രീതിയിൽ അതിക്രമം കാട്ടിയത്. ആരെങ്കിലും ആശുപത്രി ജീവനക്കാർക്ക് നേരെ ആക്രമണം ഉണ്ടായോ, അതോ പോലീസ് ഈ രീതിയിൽ ഈ ആശുപത്രിയിലെത്തി ഈ രീതിയിൽ ബഹളം വെക്കുകയായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം പറ. ഞാൻ ചെയ്ത കുറ്റം പറ. എന്താ ഞാൻ ചെയ്യാ? ആരെങ്കിലും ബലാത്സംഗം ചെയ്ത ഒന്ന് പറ. പണ്ടാണ് ഇന്നലെ പെരുമ്പാവൂരിലെ ആശുപത്രിയിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ ആശുപത്രിയിൽ എത്തുകയും ഉടൻ തന്നെ ഇവിടെ ബഹളമുണ്ടാക്കുകയും ചെയ്യുന്ന ഡോക്ടറോടക്കം ബഹളമുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം. ഇയാൾ മദ്യപിച്ച് വീട്ടിൽ വെച്ച് ബഹളമുണ്ടാക്കിയതിനു ശേഷം ഇതിനെ തുടർന്നാണ് ആ സുഹൃത്തുക്കളും വീട്ടുകാരും ചേർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഇയാളുടെ ഈ പരാക്രമങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഡ്യൂട്ടി ഡോക്ടറുടെ അടുത്ത് നേർക്കും മറ്റ് ജീവനക്കാരുടെ നേർക്കും ഇയാൾ തട്ടിക്കയറുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു അന്തരീക്ഷം അവിടെ, ഒരു സംഘർഷ അന്തരീക്ഷം അവിടെ ഇയാൾ ഉണ്ടാക്കുകയെല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷമാണ് ഇത് അവസാനിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ആളുകൾ ഇടപെട്ടിട്ടും ഇത് നിർത്താൻ കഴിയുന്നില്ല. ഇയാൾക്ക് ഒരു സെഡേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വീട്ടുകാർ ഇവിടേക്ക് കൊണ്ടുവന്നത്. കാരണം ഇയാൾ പലപ്പോഴായിട്ട് ഈ രീതിയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരാളാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് ഈ ബഹളം ഉണ്ടാക്കുന്നെങ്കിൽ ഇയാളെ ഈ രീതിയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന് സെഡേഷൻ കൊടുക്കുക എന്ന രീതിയൊക്കെയാണ് പലപ്പോഴും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴും ഇയാളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ഇത് ആദ്യഘട്ടത്തിലൊരു ചികിത്സ നൽകിയ ശേഷമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡി എടുക്കുകയും പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയെല്ലാം ചെയ്തു. ഇന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ അല്പസമയത്തിനകം തന്നെ പെരുമ്പാവൂർ ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. സ്വാഭാവികമായും റിമാൻഡ് ചെയ്യപ്പെടാം. ഇയാൾക്കെതിരെ ഈ ആശുപത്രി അതിക്രമം കാണിച്ച വകുപ്പുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളെക്കുറിച്ച് പോലീസിനുള്ള ഒരു വിവരമെന്ന് പറയുന്നത് ഈ രീതിയിൽ മദ്യപിച്ച ബഹളം സൃഷ്ടിക്കുക, വീട്ടിലായാലും മറ്റു പുറത്തായാലും സുഹൃത്തുക്കൾക്കൊപ്പമായാലും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഇയാളുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരു ശൈലി ഇയാൾക്കുണ്ട് എന്നതെല്ലാമാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും കണ്ടത്. വീട്ടിൽ വലിയ രീതിയിലുള്ളൊരു ബഹളം ഉണ്ടാക്കുന്നു, സുഹൃത്തുക്കളോടെല്ലാം തന്നെ തട്ടിക്കയറുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഇയാളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് സെഡേഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പെരുമ്പാവൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അവിടെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചുറ്റുപാട് വലിയ ബഹളമുണ്ടാക്കുന്നു. ആശുപത്രിയിൽ തന്നെ മറ്റു രോഗികളെ തന്നെ ചികിത്സിക്കാനൊന്നും കഴിയാത്ത രീതിയിലേക്ക് അതിൻ്റെ ഒരു അത്യാഹിത വിഭാഗം തന്നെ മാറുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഡോക്ടറുടെ അടുത്തായിരുന്നു ആദ്യഘട്ടത്തിൽ ബഹളമുണ്ടാക്കുന്നത്. തുടർന്ന് മറ്റ് ജീവനക്കാർ, ഡ്യൂട്ടി നേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ വന്നു.
പക്ഷേ അപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പിന്നീട് പോലീസിനെ ഇടപെടുത്തേണ്ടി വന്നത്. ഇപ്പോൾ അറസ്റ്റിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ്. ടോം, തീർച്ചയായും ഇത് ഒരു ഇതൊരു മദ്യലഹരിയിൽ നടത്തിയ ആക്രമണം, അതിനപ്പുറം വേറെന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? പ്രത്യേകിച്ച് ഒരു മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണോ, അതല്ലെങ്കിൽ ഇയാൾ ഒരു സ്ഥിരം ക്രിമിനലാണോ, ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണോ? പോലീസ് പറയുന്നത് ഇയാൾ ഈ മദ്യപിക്കുമ്പോഴെല്ലാം തന്നെ പലതവണയായിട്ട് ഈ ബഹളങ്ങൾ ഉണ്ടാക്കിയ ഒരു ട്രാക്ക് റെക്കോർഡെല്ലാം തന്നെ ഇയാളെ സംബന്ധിച്ച് ഉണ്ട് എന്നതാണ് പറയുന്നത്. ഈ മദ്യപാനവും മയക്കുമരുന്നെല്ലാം തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരാൾ തന്നെയാണ്. മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഈ പെരുമ്പാവൂരിലും മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിപിടി കേസുകൾ മറ്റും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിശദാംശങ്ങൾ പോലീസ് തേടുകയാണ്. പക്ഷേ ഇയാളൊരു ബഹളക്കാരനാണ്, ശല്യക്കാരനാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽപ്പെട്ട് പലയിടത്തും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങളിൽ പെടുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ആശുപത്രിയിൽ ആ സമയത്ത് ഒരു വലിയ രീതിയിലുള്ളൊരു ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. പോലീസ് വാഹനത്തിലേക്കടക്കം കയറുവാനൊന്നും ഇയാൾ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഒരു അക്രമം സൃഷ്ടിച്ചേക്കുമോ എന്ന് ഭയക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം ഇത്തരം പല സംഭവങ്ങളും സംസ്ഥാനത്തിൻ്റെ വിവിധ ആശുപത്രികളടക്കമുണ്ടായ സ്ഥിതികൾ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്ന, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇതുപോലുള്ള ബഹളമുണ്ടാക്കി അതിൽ ആക്രമണത്തിന് ഇരയാകുന്ന സംഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു തുടക്കത്തിലെല്ലാം തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു വരുത്തിയത്. ആശുപത്രി ജീവനക്കാർക്ക് ഇയാളെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിടുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടായത്. ഏതായാലും പോലീസ് എത്തി ഇയാൾക്കുള്ളൊരു ചികിത്സ നൽകിയ ശേഷമാണ് ഇയാളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇയാളെക്കുറിച്ച് കൂടുതലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റു ഇയാളുടെ ഒരു പശ്ചാത്തലം അടക്കമുള്ള കാര്യം വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വളരെ